ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, SDPI-ക്കാരും പോപ്പുലർ ഫ്രണ്ടുകാരും ഈ നാടിനെ കുട്ടിച്ചോറാക്കുമെന്ന് നമ്മൾ ഇന്നും ഇന്നലെയും പറയാൻ തുടങ്ങിയതല്ല. കാരണം അവരുടെ ലക്ഷ്യം ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്നിൽ നിന്നുകൊണ്ട് ഇസ്ലാം മത രാഷ്ട്രം സ്ഥാപിക്കുക എന്നതാണ്. ആ ഇസ്ലാം മത രാഷ്ട്രത്തിന്റെ സ്ഥാപനത്തിന് വേണ്ടി അവർ എന്തും ചെയ്യും. അവർ യുവാക്കളെ കേന്ദ്രീകരിച്ച് അവർ യുവാക്കൾക്കിടയിൽ സംഘടനകൾ ഉണ്ടാക്കി, വിദ്യാർത്ഥികൾക്കിടയിൽ അവർ സംഘടനകൾ ഉണ്ടാക്കി, അവർ വൃദ്ധർക്കിടയിൽ സംഘടനകൾ ഉണ്ടാക്കി, സ്റ്റുഡൻസുകൾക്കിടയിൽ സംഘടനകൾ ഉണ്ടാക്കി, വിദ്യാർത്ഥിനികൾക്കിടയിൽ, സ്ത്രീകൾക്കിടയിൽ, മധ്യവയസ്കർക്കിടയിൽ. എന്തിനു വേണ്ടിയാണ്? എല്ലാത്തിൻ്റെയും ലക്ഷ്യം ഒന്ന് തന്നെയാണ്. ഇൻഷാ അല്ലാഹ് ഇൻകിലാബ്, അള്ളാഹുവിനു വേണ്ടി ഇസ്ലാമിക രാഷ്ട്രം ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തിന് വേണ്ടിയാണ് ഇവർ ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത്. പോപ്പുലർ ഫ്രണ്ട് എന്ന സംഘടനയിൽ പ്രവർത്തിക്കുമ്പോൾ ആദ്യം വേണ്ടത് ജീവനും ജീവിതവും രക്തവും അള്ളാഹുവിന് വേണ്ടി സമർപ്പിക്കുക എന്നതാണ്. ഇന്ന് ആ കാക്ക വിളിച്ചു പറയുന്നു, തീഹാർ ജയിലിൽ കിടന്നിട്ട് എനിക്ക് ഇസ്ലാമിക രാജ്യം വേണ്ടേ വേണ്ട, എന്നെ ദയവ് ചെയ്തൊന്ന് തുറന്നു വിടൂ. അദ്ദേഹത്തിന്റെ പ്രസംഗം നിങ്ങളൊന്ന് കേട്ടോ. ഈ അബൂബക്കർ സാഹിബിന്റെ പ്രഭാഷണമാണ്. നിങ്ങൾക്ക് മന്ത്രിയാകണമോ നിങ്ങൾ വരേണ്ടതില്ല, നിങ്ങൾക്ക് പ്രധാനമന്ത്രിയാകണമോ നിങ്ങൾ വരേണ്ടതില്ല. നിങ്ങൾ ഈ പാർട്ടിക്ക് വേണ്ടി സ്വന്തം കണ്ണീര് നൽകാൻ തയ്യാറുണ്ടെങ്കിൽ സ്ത്രീകളെ നിങ്ങൾക്ക് വരാം, മക്കളെ കൊടുക്കാൻ വിയർപ്പ് നൽകാൻ തയ്യാറുണ്ടെങ്കിൽ പുരുഷന്മാരെ നിങ്ങൾക്ക് വരാം, അധ്വാനിക്കാൻ രക്തം നൽകാൻ തയ്യാറുണ്ടെങ്കിൽ പുരുഷന്മാരെ നിങ്ങൾക്ക് വരാം, ജീവൻ നൽകാൻ ജീവിതം നൽകാൻ തയ്യാറുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. സ്വർഗത്തിലേക്ക് പോകാൻ നിങ്ങൾക്ക് ഒരുപാട് കൊടുക്കാനുണ്ട്, ഒന്നും കിട്ടാനില്ല ഈ പാർട്ടിയിൽ നിന്ന്. എന്നിട്ടും ആളുകൾ വരുന്നു. എന്തുകൊണ്ടാണത്? എന്നിട്ടും ഈ പാർട്ടിയെ തെരഞ്ഞെടുക്കുന്നത് എന്തുകൊണ്ടാണ്? ആളുകൾ SDPI തേടി വരുന്നു. എന്തുകൊണ്ടാണത്? കാരണം ഇന്ത്യ രാജ്യത്ത് ഇന്ന് നിലനിൽക്കുന്ന ഈ സാഹചര്യം മാറണമെങ്കിൽ, മാറ്റണമെങ്കിൽ SDPIക്ക് മാത്രമേ സാധ്യമാകൂ എന്ന് അവർ വിശ്വസിക്കുന്നു. സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ രാജ്യത്തുടനീളം പ്രവർത്തിക്കുന്ന പാർട്ടിയാണ്. കന്യാകുമാരി മുതൽ അങ്ങകലെ കശ്മീരം വരെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന പാർട്ടിയാണ്. അങ്ങപ്പുറം ബർമ്മയുടെയും ബംഗ്ലാദേശിന്റെയും അതിർത്തിയിൽ ഒരു കൈ, ഇപ്പുറം പടിഞ്ഞാറ് പാകിസ്ഥാന്റെ അതിർത്തിയിൽ മറ്റേ കൈ, അങ്ങനെ കാല് കന്യാകുമാരിയിലെ ആ കടലിൽ, ഇന്ത്യൻ മഹാസമുദ്രത്തിൽ കാല്, കശ്മീരിൽ തല, അങ്ങനെ കിടക്കുകയാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ. കന്യാകുമാരിയിൽ നമ്മൾ കാലിട്ടളക്കുമ്പോ അവിടെയുള്ള അലകളുണ്ടല്ലോ, ആ അലകൾ അങ്ങ് ഡൽഹിയിൽ പ്രതിഫലനം സൃഷ്ടിക്കുന്നു. അത് സൃഷ്ടിക്കുന്ന ഒരു നാള് വരും. നമ്മൾ സ്വപ്നം കാണുകയാണ്, തീർച്ചയായും സ്വപ്നം കാണുകയാണ് നമ്മൾ. ഈ സ്വപ്നം ഇന്ന് എവിടെയാണെന്ന് അറിയാമോ? തീഹാർ ജയിലിന്റെ മതിലുകളാ വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇന്ന് കാക്ക പറയുന്നുണ്ടോ, കാക്ക സുപ്രീം കോടതി വരെ ജാമ്യാപേക്ഷയുമായിട്ട് പോയി, എന്നിട്ട് ഒരു രക്ഷയുമില്ല, ചുക്കും ചുണ്ണാമ്പും നടക്കാതായപ്പോൾ ദയവ് ചെയ്ത് നിങ്ങൾ എന്നെ വെറുതെ വിടുക. എനിക്ക് പാർക്കിൻസൺസ് രോഗം ബാധിച്ചിരിക്കുന്നു, എനിക്ക് ക്യാൻസർ ആണ്, ഞാൻ വൃദ്ധനാണ്. ഇന്നും ഇന്നലെയോ വൃദ്ധനായതാണോ എന്ന് സുപ്രീം കോടതി ജഡ്ജി ചോദിച്ചത് കേട്ടോ. എന്നിട്ട് എന്നെ നിങ്ങൾ വീട്ടിൽ തടങ്കലിലാക്കിക്കോളൂ, എനിക്ക് നിങ്ങളുടെ ജാമ്യം വേണം, എനിക്ക് ഇസ്ലാമിക രാഷ്ട്രം വേണ്ട. അപ്പോൾ നരേന്ദ്രമോദി പറഞ്ഞു, പ്ലീസ് അങ്ങനെ പറയരുത്, ഒരു ഇസ്ലാമിക രാഷ്ട്രം, ഒരു കുഞ്ഞു രാഷ്ട്രം നമ്മൾ തരാം. അപ്പോഴും കാക്ക പറഞ്ഞു, വേണ്ട മോദി. ശരി, നമ്മൾ കാണുന്ന സ്വപ്നം പക്ഷേ രാത്രി ഉറങ്ങുമ്പോൾ കാണുന്ന ശിഥിലമായ സ്വപ്നങ്ങളല്ല. ഇന്ന് ഡയപ്പറിൽ നിന്നിട്ട് ഐസ് കട്ടയിൽ ഇരുന്നിട്ടാണ് കാക്ക തീഹാർ ജയിലിൽ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇൻഷാ അല്ലാഹ് ഇൻകിലാബ്. അപ്പൊ കാക്ക വിചാരിച്ചു, ഇസ്ലാമിക രാജ്യം സ്വപ്നം കണ്ടുകൊണ്ടിരുന്നാല് ജയിലിടിഞ്ഞാലും ഞാൻ വെളിയിൽ വരത്തില്ല, അതുകൊണ്ട് മോദി ഇസ്ലാമിക രാഷ്ട്രം ഞങ്ങൾക്ക് തരരുത്. പക്ഷെ ഉണർന്നിരിക്കുമ്പോൾ കാണുന്ന സ്വപ്നം അത് യാഥാർത്ഥ്യമാവാനുള്ളതാണ്. ഉണർന്നിരിക്കുമ്പോൾ സ്വപ്നം കാണുന്നവരാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യയുടെ പ്രവർത്തകർ. നമ്മൾ ഉണർന്നിരിക്കുമ്പോഴാണ് സ്വപ്നം കാണുന്നത്. ആ സ്വപ്നം യാഥാർത്ഥ്യമാവാൻ പോകുന്നത് ഇന്ത്യ രാജ്യത്തിന്റെ ഒരു വിമോചനമാണ്. ഇന്ത്യ രാജ്യത്തിന്റെ ഫാഷിസത്തിൽ നിന്നുള്ള വിമോചനമാണ് നമ്മുടെ സ്വപ്നം. ഭയമില്ലാത്ത ഒരു രാജ്യം, വിശപ്പില്ലാത്ത ഒരു രാജ്യം, ഭയമില്ലാത്ത ഒരു ജനത, വിശപ്പില്ലാത്തൊരു. ഏതെങ്കിലും ഇസ്ലാമിക രാജ്യത്ത് വിശപ്പുണ്ടോ? അന്ധകാരമാണെങ്കിലും പാകിസ്ഥാൻ ഒരു നേരമെങ്കിലും എന്തെങ്കിലും കിട്ടുന്നുണ്ടോ? പോട്ടെ, സൊമാലിയയിൽ എന്താ സംഭവിക്കുന്നത്? ഇറാനിൽ, ഇറാഖിൽ, അഫ്ഗാനിൽ, ബംഗ്ലയിൽ. യൂണിയൻ സർക്കാരാണെങ്കിൽ നരേന്ദ്രമോദിയോട് തെണ്ടിക്കൊണ്ടിരിക്കുക, ഇച്ചിരി ഗോതമ്പ് തരുമോ പ്ലീസ്. ജനത അത് ഇന്ത്യ രാജ്യത്തുണ്ടാവണമെന്നാണ് നമ്മുടെ സ്വപ്നം. APJ അബ്ദുൽ കലാം അദ്ദേഹം ഒരിക്കൽ പറഞ്ഞു, തൂക്കത്തിൽ കാണുവാനല്ല കനവ്, തൂക്കത്തെ കെടുപ്പതേ കനവ്.
ഉറങ്ങുമ്പോൾ കാണുന്നതല്ല സ്വപ്നം, ഉറക്കം നഷ്ടപ്പെടുത്തുന്നതാണ് സ്വപ്നം. നിങ്ങൾക്ക് നന്ദി. ജയ് ഹിന്ദ്, ജയ് എസ് ഡി പി. ഓ, ജയ് ഹിന്ദ് എന്നൊക്കെ പറയാം. രണ്ടാമത് പറഞ്ഞത് കൊണ്ട് ബാലൻസ്ഡ് ആയി കേട്ടോ, അല്ലെങ്കിൽ നമ്മൾ തെറ്റിദ്ധരിച്ചേനെ. ജയ് SDPI ഇന്നിവരെവിടെയാണ്? ഇവരെ വളർത്തിയതിൽ പ്രധാനപ്പെട്ട പങ്കാർക്കാണ് എന്നൊന്ന് പറയണം. ഇന്ന് കാക്ക പറയുന്നു ഇസ്ലാമിക രാജ്യം ഞങ്ങൾക്ക് വേണ്ട. തൽക്കാലം വീട്ടിലൊന്ന് പോകാൻ പറ്റുമോ? നിങ്ങൾ വേണമെങ്കിൽ ഞങ്ങളെ തടങ്കലിലാക്കിക്കോ, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇവരുടെ കലാപ ആഹ്വാനം എന്താണ് എന്നൊന്ന് നോക്കിക്കോ. പോപ്പുലർ ഫ്രണ്ടിന്റെയും SDPIയുടെയും ജനാധിപത്യവും ഭരണഘടനാ സംരക്ഷണവും ഒക്കെ എന്താണെന്ന് തലയ്ക്കകത്താളുതാമസമുള്ള മനുഷ്യർ ചിന്തിച്ചു തുടങ്ങി. ധൈര്യമുള്ളവർ തുറന്നു പറഞ്ഞും തുടങ്ങിയിരിക്കുന്നു. നിങ്ങളുടെ അവസാനം തീഹാർ ജയിലിലായിരിക്കും എന്നത് നരേന്ദ്രമോദിയുടെ പ്രഖ്യാപനമാണ്. ഭീകരവാദത്തിനും തീവ്രവാദത്തിനും രാജ്യവിരുദ്ധതയ്ക്കുമെതിരെ സന്ധിയില്ലാതെ സമരം ചെയ്തുകൊണ്ടിരിക്കുന്ന കേന്ദ്ര സർക്കാർ തീരുമാനിക്കും നിങ്ങളുടെ അവസാനം എവിടെയായിരിക്കണം, എങ്ങനെയായിരിക്കണമെന്ന്. പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്ന സംഘടനയെ നിരോധിച്ചപ്പോൾ ഒപ്പം നിരോധിക്കപ്പെടാത്ത ഒരു സംഘടനയായിരുന്നു, അല്ലെങ്കിൽ രാഷ്ട്രീയ സംഘടന എന്ന പേരിൽ ഇപ്പോഴും അറിയപ്പെടുന്ന ഒരു സംഘടനയാണ് SDP, സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ എന്നാണ് ഇതിന്റെ പേര്. തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ രജിസ്റ്റർ ചെയ്തതുകൊണ്ട് ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള ലേബലിൽ നിലകൊള്ളുന്നത് കൊണ്ട് മാത്രമാണ് നിയമപരമായി ഈ പാർട്ടിയെ നിരോധിക്കാൻ അന്ന് കേന്ദ്ര സർക്കാരിന് കഴിയാത്തത്. പോപ്പുലർ ഫ്രണ്ടിന്റെ രാഷ്ട്രീയ മുഖം എന്ന് പറയുന്ന SDPI പോപ്പുലർ ഫ്രണ്ട് തന്നെയാണ്, പേര് ഒന്ന് മാറി എന്ന് മാത്രമേ. പക്ഷെ അവർ പറയുന്നത് അങ്ങനെയല്ല. ഇതൊരു രാഷ്ട്രീയ പാർട്ടിയാണ്, ജനാധിപത്യ പാർട്ടിയാണ്, ഇതൊരു മതേതരത്വം വിളിച്ചോതുന്ന പാർട്ടിയാണ് എന്നൊക്കെയാണ്. പക്ഷെ കഴിഞ്ഞ ദിവസങ്ങളിൽ ലോകത്തിന്റെ ഏതു കോണിൽ സമാധാനമുണ്ടാകുന്നു അവിടെ ഇവർ നുഴഞ്ഞു കയറും. വ്യത്യസ്തമായ പേരുകളിൽ ഇവരുടെ അക്രമ സ്വഭാവം. ഇസ്ലാം എന്നാൽ തന്നെ അക്രമം എന്നാണ് അർത്ഥം. ആരോ ട്രോളി വിളിച്ചതാണ് സമാധാനമെന്ന്. ഈ ഇസ്ലാം എന്ന പദത്തിനകത്ത് മാത്രമേ സമാധാനമുള്ളൂ. ഈ മതത്തിലോ മത മേലാളന്മാരിലോ സമാധാനം നിങ്ങൾ പ്രതീക്ഷിക്കരുത്. അതാണ് യൂറോപ്യൻ രാജ്യങ്ങളിൽ നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. അവരുടെ വലിയ പ്രകടനങ്ങൾ പലയിടത്തും, കേരളത്തിൽ പലയിടങ്ങളിലും ഈ വഖഫ് ഭൂമിയുമായി ബന്ധപ്പെട്ട് വഖഫ് ചില നടപടികളുമായി ബന്ധപ്പെട്ട വഖഫ് ബോർഡിന് ഇവരെ ഈ രാജ്യത്ത് നിന്ന് അടിച്ചോടിക്കേണ്ടുന്ന സമയം അതിക്രമിച്ചിട്ടുണ്ട്. ബോർഡിന്റെ ചില നടപടികളിൽ, കേന്ദ്ര സർക്കാരിന്റെ ചില നടപടികളുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെ ആണ് ഈ വലിയ പ്രകടനം നടന്നത്. സ്ത്രീകൾ ഉൾപ്പെടെ ആയിരങ്ങളാണ് ഈ പ്രകടനത്തിൽ പങ്കെടുത്തത്. അതിൽ അവരുടെ മുദ്രാവാക്യം വിളിയൊക്കെ തന്നെ ഒരുതരം ഭീഷണിയുടെ അല്ലെങ്കിൽ ഒരുതരം സ്വരമായിരുന്നു എന്നാണ് ഈ ഒരു പ്രകടനത്തിൽ ഇവരുടെ ഈ പരിപാടിയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്നത്. തീർച്ചയായിട്ടും ഈ വഖഫ് വിഷയത്തിൽ കൃത്യമായ തീരുമാനവും കൃത്യമായ നടപടിയും എടുക്കാൻ കേന്ദ്ര സർക്കാരും അതുപോലെ തന്നെ കോടതിയും ഒക്കെ തന്നെ നേരിട്ട് ഇടപെടുന്നു. ഇപ്പൊ മുന്നത്തെ വിഷയമായാലും ശരി, ഇന്ത്യ ഒന്നാകെയുള്ള വഖഫ് ഭൂമി വിഷയത്തിലായാലും ശരി, ഈ വഖഫ് എന്ന് പറയുന്നത് തന്നെ അശാസ്ത്രീയമാണ്. ആരുടെയെങ്കിലും കയ്യിൽ നേരത്തെ ഉണ്ടായിരുന്നതൊക്കെ തന്നെ വഖഫ് ഭൂമിയാണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് വേണം, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ബിസിനസ് നടത്താൻ വേണം, അല്ലെങ്കിൽ ഞങ്ങൾക്ക് പള്ളി പണിയാൻ വേണം എന്നൊക്കെ പറയുന്നത് ഒന്നും നടക്കുന്ന കാര്യമല്ല, ഒരിക്കലും അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല. ഇത്തരത്തിലുള്ള പ്രകടനങ്ങൾ ഇനിയും ഉണ്ടാകും. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ള ആളുകളെ ചേർത്ത് വെച്ചുകൊണ്ടാണ് ഈ പ്രകടനമൊക്കെ നടത്തുന്നത്. ഇവരുടെ രീതിയാണ് ഇത്തരത്തിലുള്ള മതതീവ്രവാദവുമായി ബന്ധപ്പെട്ട ആശയങ്ങൾ മുമ്പോട്ട് വയ്ക്കുന്നവരുടെ ഒരു പൊതുരീതിയാണ് കുട്ടികളെ, സ്ത്രീകളെ ഉൾപ്പെടെയുള്ള ആളുകളെ, പെൺകുട്ടികളെ ഉൾപ്പെടെ, അല്ലെങ്കിൽ പെൺകുട്ടികളെയും സ്ത്രീകളെയും ഒന്നും പുറത്തിറക്കാത്ത ഈ മതാചാരങ്ങൾ ഒക്കെ. നമ്മൾ അരിയും മലരും കുന്തിരിക്കവും ഒന്നും മറന്നിട്ടില്ലല്ലോ. ഇവർ പലപ്പോഴും ഹമാസ് ഭീകരരെ പോലെ പരിചകളാക്കി നിർത്തുന്നത് സ്ത്രീകളെയും കുട്ടികളെയുമാണ്. നടക്കുന്ന ആളുകൾ ഈ ഒരു വിഷയമാകുമ്പോൾ അവരെയൊക്കെ തന്നെ പുറത്തിറക്കുന്നു. വലിയ പ്രകടനങ്ങളും വലിയ മുദ്രാവാക്യം വിളികളും സർക്കാരിനെതിരെ, അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരിനെതിരെ, എന്തിന് കോടതികൾക്കെതിരെ വരെ മുദ്രാവാക്യങ്ങൾ ഉയർത്തിക്കൊണ്ട് നിയമ സംവിധാനത്തെ തന്നെ വെല്ലുവിളിച്ചുകൊണ്ടാണ് SDPI കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രകടനങ്ങൾ നടത്തിയത്. ഇതൊക്കെ ഇവിടെ പോലീസും മറ്റു കാര്യങ്ങളൊക്കെ നോക്കി നിൽക്കുകയായിരുന്നു. അവർ പ്രകടനത്തിലുള്ള അനുമതി വാങ്ങിയിട്ടുണ്ടാകും, നമുക്കറിയാം. എന്തൊക്കെയായാലും ശരി, ഈ ഒരു വിഷയത്തിൽ SDPI ഇറങ്ങിയപ്പോൾ നേരത്തെ ഈ SDPI ഇത്രയും പ്രവർത്തകരുണ്ട്, അല്ലെങ്കിൽ ഇത്രയും അംഗങ്ങൾ വിശ്വാസികളായിട്ടുണ്ട്, ഈ പാർട്ടി വിശ്വാസികളായിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുന്നു. അതായത് പോപ്പുലർ ഫ്രണ്ട് തന്നെയാണ് SDPI എന്ന് വെളിവാക്കുന്ന പ്രകടനങ്ങൾ കൂടിയായിരുന്നു നടന്നു വന്നത് എന്ന് സാരം. ഇനി ഇത് ഇവർ കൂടുതൽ രൂക്ഷമാക്കാനും, ഇത് കൂടുതൽ രൂക്ഷമായി പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകാനുള്ള സാധ്യത ഇന്റലിജൻസ് വീക്ഷിക്കുന്നുണ്ട്, കൃത്യമായി തന്നെ നിരീക്ഷിക്കുന്നുണ്ട്.
അപ്പം ഒരു വിഷയം ഉണ്ടാകുമ്പോൾ അതിനെ എത്ര ലാഘവത്തോടെ കൈകാര്യം ചെയ്യാം, അല്ലെങ്കിൽ എങ്ങനെ അതിനെ പ്രീണനവുമായി ചേർത്ത് വെച്ചുകൊണ്ട് കൈകാര്യം ചെയ്യാം എന്നുള്ളതാണ് പിണറായി സർക്കാർ ആലോചിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും പിണറായി സർക്കാരിന് ഇവരെയൊന്നും ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇവർ പ്രകടനം നടത്തിക്കോട്ടെ, അതൊക്കെ അവർക്ക് ഭരണഘടനാപരമായ അവകാശങ്ങളാണ്. പക്ഷേ നിയമത്തിന്റെ വഴിക്കും കോടതി നടപടികൾ അതിന്റെ വഴിക്കും കേന്ദ്ര സർക്കാരിന്റെ നടപടികൾ അതേ വഴിക്ക് മാത്രമേ ഈ വഖഫ് വിഷയത്തിൽ മുമ്പോട്ട് പോകൂ എന്നുള്ളതാണ്. പിന്നെ ഇവരുടെ ശക്തി കാണിക്കാൻ വേണ്ടി നടത്തിയ പ്രകടനമായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ കൊല്ലത്തുമൊക്കെ തന്നെ നടന്നത് എന്ന് ഇനി ഇത് തുടർന്നേക്കാം. ഇനിയും ഇതിനേക്കാൾ ഭീകരമായ രൂപത്തിലുള്ള പ്രകടനങ്ങൾ നമ്മൾ കാണേണ്ടി വരും. അരിയും മലരും കുന്തിരിക്കവും മാത്രമല്ല, ഇവർ മൂക്കിൽ പഞ്ഞിയും ഒരു കയ്യിൽ മറ്റെന്തെങ്കിലും സാധനങ്ങൾ വേണമെങ്കിൽ ഇനി മയ്യത്ത് സംസ്കരണവുമായി ബന്ധപ്പെട്ട് ശവങ്ങൾ പൊതിയുന്ന അതല്ലെങ്കിൽ ശവപ്പെട്ടി എന്ന് നമുക്ക് പറയാം, അതൊക്കെ കയ്യിലേന്തി ഇനിയും ഒരിക്കൽ കൂടി ഇവർ ഈ കേരളക്കരയിൽ ഒരു പ്രകടനം നടത്തും. അതുവരെ മൗനികളായിരിക്കണം. കേരളത്തിന്റെ മതേതരത്വം മിണ്ടരുത്, ശബ്ദിക്കരുത്. നമുക്ക് നോക്കാം UP-യിൽ എന്താണ് നടക്കുന്നത് എന്ന്. കാശ്മീരിൽ നടക്കുന്നതിനെ നമുക്കങ്ങ് മറക്കാം. കേരളത്തിൽ നമ്മുടെ മൂക്കിൻ തുമ്പിൽ നടക്കുന്നതിനെ നമുക്കങ്ങ് മറക്കാം. എന്നിട്ട് നമുക്ക് UP-യിലെ യോഗിയുടെ പിന്നാലെ പോകാം. നന്ദി.